ഇനി നമുക്കൊരു മിടുമിടുക്കിയെ പരിചയപ്പെടാം. ആരാണെന്നല്ലേ പറയാം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ചുള്ള ഒരു ഗംഭീര പ്രസംഗം നടത്തി തിരുവനന്തപുരം സ്വദേശിനിയെ അവരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വാജ്പേയിയുടെ 101ാം ജന്മദിനത്തോടനുബന്ധിച്ച പാർലമെന്റിൽ നടന്ന പരിപാടിയിലായിരുന്നു ഈ മിടുക്കിയുടെ പ്രസംഗം. 22കാരി ശ്രേയയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. തിരുവനന്തപുരം സ്വദേശിനി ശ്രേയ സുരേഷ് പുത്തൻപുലരിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രേയ സുരേഷ്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ശ്രേയ, ഈ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രമുഖ നേതാക്കൾക്കൊക്കെ ഇടയിൽ ഈ വാജ്പേയിയെ പറ്റി ഒരു തീപ്പൊരി പ്രസംഗം നടത്തിയ മിടുമിടുക്കിയാണ്. തലസ്ഥാനത്തിന് അഭിമാനമാണ്, മലയാളികൾക്ക് അഭിമാനമാണ്, ഭാരതീയർക്ക് അഭിമാനമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ശ്രേയ തരംഗമായി മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ പ്രസംഗിക്കുന്ന സമയത്ത് ശ്രേയയുടെ മനസ്സിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ? ഇതെനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്, എല്ലാം പഠിച്ചതുപോലെ തന്നെ പറയാൻ പറ്റണേ എന്നുള്ളത്. അപ്പൊ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു മുന്നിൽ. അതില് എന്റെ മുന്നേ പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കുട്ടികളും അത്രയും തന്നെ വളരെ മനോഹരമായിട്ട് സംസാരിച്ച ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റണം എന്നത് എന്റെ ആഗ്രഹമായിരുന്നു. ആൻഡ് ദൈവം സഹായിച്ചത് നല്ല രീതിക്ക് നടന്നു എന്ന് വിശ്വസിക്കുന്നു. ശ്രേയയുടെ പ്രസംഗത്തിന് വലിയ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രസംഗം കഴിഞ്ഞ ഉടനെ ഒരുപാട് പേർ ശ്രേയനെ അഭിനന്ദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു അഭിനന്ദനം അത് ആരുടേതാണ്? ഡെഫിനറ്റ്ലി എന്റെ പേരൻസ് എന്നെ അത്രയും പ്രൗഡായിട്ട് കാണുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും അധികം ഞാൻ ഹാപ്പി ആയിട്ടുള്ള വിഷസ് കിട്ടിയിട്ടുള്ള എന്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണ്. കാരണം ഈ ഒരു ഡിബേറ്റിംഗ് ആണെങ്കിലും പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിലും ഞാൻ തുടങ്ങാൻ ഉള്ള കാരണം അവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവര് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ പ്രൗഡാക്കാൻ പറ്റിയെന്നുള്ളത് വളരെ ഒരു എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അത്. ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്ന നേതാക്കളിൽ നിന്നൊക്കെ അഭിനന്ദനം ലഭിച്ചു. അറിഞ്ഞിരുന്നോ തന്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇങ്ങനെ കത്തിക്കയറുമെന്ന് ശ്രേയ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? ഒട്ടുമില്ല. ഞാൻ ആ പ്രോഗ്രാം കിട്ടി, ഞാൻ അവിടെ പെർഫോം ചെയ്യുക, പറയുക എന്നുള്ള ആ ഒരു തോട്ടിൽ ഞാൻ എൻഗ്രോസ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്കിത് കണക്ക് വൈറൽ ആവണം എന്നുള്ളതൊക്കെ തുടക്കത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒട്ടും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു സ്പീച്ച് കഴിഞ്ഞ അന്ന് രാത്രി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങോട്ട് പലരും വീഡിയോ അയച്ചു തന്നപ്പോഴാണ് കണ്ടത് ആൾക്കാര്, കുറച്ചധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. വളരെ സന്തോഷം. ഈ വാജ്പേയിയുടെ പ്രസംഗങ്ങൾ നമുക്കറിയാം, തീപ്പൊരി പ്രസംഗങ്ങളാണ്. ആ ശൈലി ശ്രേയയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയധികം. കാരണം എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അടൽജിയുടെ സ്പീച്ചസ് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റൈല് എനിക്ക് തോന്നുന്നു അതിനെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് എനിക്കൊന്ന് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഡെഫിനറ്റ്ലി എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. ശ്രേയ, ഈ വാജ്പേയിയുടെ വ്യക്തിത്വത്തിൽ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ഏത് കാര്യമാണ് ശ്രേയ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? അടൽജിയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ സ്പീച്ചിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഫാദർ ഓഫ് കോalition ധർമ്മ എന്നാണ് നമ്മൾ അടൽജിയെ കാണുന്നത്, നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അടൽജി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു പോയിന്റ് ഓഫ് ടൈമിന് വേണ്ടി മാത്രമുള്ള ആളല്ലായിരുന്നു. അത് ഇന്നും അടൽജിയുടെ മെസ്സേജ് എന്താണോ അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ റെലവെന്റ് ആണ്. അതിപ്പം നമ്മുടെ രാജ്യത്തിനാണെങ്കിലും ഇന്റർനാഷണലി ആണെങ്കിലും വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ നമുക്ക് ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അടൽജി. ശ്രേയ, മറ്റൊരു കാര്യമുണ്ട്. മലയാളിയായ ഒരു പെൺകുട്ടി പാർലമെന്റിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയാണ് തയ്യാറെടുത്തത് അതിനുവേണ്ടി? ഇതുപോലെ നമുക്ക് ഓൾറെഡി 10th നമുക്ക് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് തൊട്ട് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും നല്ല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡെഫിനറ്റ്ലി ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് വലിയൊരു സ്റ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രേയ നല്ലൊരു പ്രാസംഗികയാണെന്ന് തെളിയിപ്പിച്ചു കഴിഞ്ഞു വെറും 3 മിനിറ്റ് കൊണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? ഞാനിപ്പം എന്റെ MA ചെയ്യാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അതിന്റെ കൂടെ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിവിൽ സർവീസസ് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കട്ടെ അതങ്ങനെ. അപ്പോൾ ഒരു ഭാവിയിൽ IAS ഉദ്യോഗസ്ഥയാണ് ശ്രേയ എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായും. ശ്രേയക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർ ആരാണ്?
ഇന്ന് ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെയാണ് അടൽജിയെ പറ്റി ഇത്രയും വായിക്കാൻ ഒരു അവസരവും കൂടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അടൽജിയെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നാഷണൽ ലീഡർ എന്ന് പറയുമ്പോൾ അടൽജി ഇസ് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ. നമുക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പ്രസംഗിക്കാമോ? 3 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു ചെറിയ രീതിയിൽ ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ആ തീപ്പൊരു പ്രസംഗം സ്ക്രീനിലേക്ക് എത്തിക്കാം. അപ്പൊ അതിലെ കൺക്ലൂഷന്റെ പോർഷൻ ഞാൻ പറയാം. ആ ഒരു ഹിന്ദി കോട്ട്. അപ്പൊ അത് അടൽജിയുടെ തന്നെ ഒരു കോട്ടാണ്. ഭാരത് कोई भूमि का टुकड़ा नहीं है, वो एक जीता जागता राष्ट्र पुरुष है. ये वंदन की धरती है, अभिनंदन की धरती है. ये वंदन की धरती है, अभिनंदन की धरती है. ये अर्पण की भूमि है, ये तर्पण की भूमि है. हम जिएंगे तो इस भारत के लिए और मरेंगे तो इस भारत के लिए. और मरने के बाद भी गंगा जल में बहती हुई हमारी अस्थियों को कोई कान लगाकर सुनेगा तो एक ही आवाज आएगी, भारत माता की जय. थैंक यू. ശ്രേയ, അടിപൊളിയായിട്ടുണ്ട്. എത്ര മനോഹരമായാണ് പ്രസംഗിക്കുന്നത്. എന്തായാലും ഭാവിയിൽ അല്ലെങ്കിൽ തലമുറയിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ശ്രേയ പ്രസംഗിക്കുന്നത് പോലെയൊക്കെ പ്രസംഗിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും. അവർക്ക് എന്ത് ടിപ്സാണ് ശ്രേയക്ക് നൽകാനുള്ളത്? നമ്മുടെ കയ്യിലുള്ള സമയം, നമുക്ക് കോളേജും ആ ഒരു യൂത്ത് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമുക്ക് ഏറ്റവും അധികം സമയം കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഒരു മടിയും തോന്നാതെ എത്ര സ്റ്റേജ് കിട്ടുമോ അത്രയും സ്റ്റേജിൽ നമ്മൾ ജയിക്കുവോ നല്ലോണം പെർഫോം ചെയ്യുക എന്നൊന്നും വിചാരിക്കാതെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ബാക്കി കിട്ടുവോ ഇല്ലയോ പ്രൈസിനെ ഒന്നും നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി തന്നെ പോവുക. അപ്പൊ നമുക്ക് കുറെ അറിവ് കിട്ടും, അതേപോലെ തന്നെ കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടും. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ ഷേപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതെല്ലാം യൂസ് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രേയ, ഒരു 22-കാരിയിൽ നിന്നും ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണ് നമ്മുടെ യുവതലമുറയ്ക്ക്. ശ്രേയ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രസംഗത്തിൽ മാത്രമല്ല, പഠിത്തത്തിൽ മാത്രമല്ല, ഒരു സകലകലാ വല്ലഭയാണെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. ഡാൻസിലായിക്കോട്ടെ, കലോത്സവത്തിലൊക്കെ ഇങ്ങനെ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു മിടുമിടുക്കിയാണ് ശ്രേയ. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു ശ്രേയ? ഞാൻ ചെറുതിലേ തൊട്ട് എന്റെ പാരന്റ്സ് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാരണം പഠിത്തം ഇത്തിരി പുറകോട്ട് പോയാലും കുഴപ്പമില്ല, എല്ലാ പരിപാടിക്കും പോകണം, പ്രൈസ് കിട്ടിയില്ലെങ്കിലും എല്ലാ പരിപാടിക്കും പോകണം എന്ന് നിർബന്ധമുള്ള 2 ആൾക്കാരായിരുന്നു എന്റെ അച്ഛനും അമ്മയും. അപ്പൊ ആ സപ്പോർട്ട് തന്നെയാണ് ഇത്രയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുന്നത്. ശ്രേയ എന്തായാലും ഇപ്പൊ അച്ഛനെയും അമ്മയും പറ്റി വാദോരാതെ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ അച്ഛനും അമ്മയും കൂടി ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്, എന്താണ് അവർ ചെയ്യുന്നത്? കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക് വേണ്ടി? അച്ഛന്റെ പേര് സുരേഷ് എന്നാണ്. അച്ഛൻ ഇവിടെ ദുബായിൽ ബിസിനസ് ചെയ്യാണ്. അമ്മയുടെ പേര് ജിത സുരേഷ്. അമ്മ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നഴ്സ് എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എനിക്കൊരു അനീതിയും കൂടെ ഉണ്ട്, നേഹ സുരേഷ്. നേഹ എന്ത് ചെയ്യാണ്? നേഹ ഇപ്പം മാർവാനിയസ് കോളേജിൽ ഫസ്റ്റ് ഇയർ BA അനലിറ്റിക്കൽ എക്കണോമിക്സ് പഠിക്കുകയാണ്. ശരി, ഈ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ ഒട്ടും വൈറലാവും എന്ന് പ്രതീക്ഷിച്ചതല്ല. ഞാൻ അവിടെ ചെന്നു, പറഞ്ഞു, തിരിച്ചു വരുന്നു എന്നതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും തന്ന സപ്പോർട്ടിനും കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും താങ്ക്സ്, റിയലി ഗ്രേറ്റ്ഫുൾ. എല്ലാവരെയും പ്രൗഡാക്കി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെയും ഇതുപോലത്തെ അവസരങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ശ്രേയ നന്നായിട്ട് പാട്ട് പാടും കേട്ടു, അങ്ങനെയാണോ? അയ്യോ ഇല്ല, ഞാൻ പാട്ട് പാടാറില്ല. ഞാൻ പാട്ട് എന്റെ ഒരു ഏരിയല്ല. ശരി, വളരെയധികം നന്ദി ശ്രേയ. അപ്പോൾ നമ്മുടെ ഒരു ഭാവിയിലെ IAS ഉദ്യോഗസ്ഥ കൂടി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജനം ടിവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി പുത്തൻപുലരിയിൽ നമ്മുടെ അതിഥിയായി ചേർന്നതിന്.